കുളിപ്പിച്ച് കുട്ടിരെ ഇല്ലാണ്ടാക്കാമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? പണ്ടുള്ളവരൊക്കെ പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. എനിക്ക് ഈ വർക്ക് ചെയ്തപ്പോൾ ആ ഡയലോഗാണ് ആദ്യം മനസ്സിൽ വന്നത്. കാരണം ആദ്യം കുറച്ച് ഡിസൈൻ ചെയ്തപ്പോൾ അവിടെ നിർത്തിയാൽ മതിയായിരുന്നു. ഞാൻ വീണ്ടും ഓവറാക്കി ചളാക്കിയ പോലെ എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ എല്ലാവർക്കും സ്കൂൾ പൂട്ടൊക്കെ ആയിരിക്കുമല്ലോ. ഇങ്ങനത്തെ വർക്കുകളൊന്നും ചെയ്ത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഭയങ്കര രസമായിരിക്കും. നിങ്ങൾക്ക് ടൈം പോകാനും വെറുതെ ഈ 2 മാസം നിങ്ങൾ വെറുതെ ഫോണിലൊക്കെ കളിച്ച് നടക്കുന്ന സമയം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഡിസൈനുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. ഇത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങളെ മനസ്സിൽ വരുന്ന പോലത്തെ ഡിസൈനുകളൊക്കെ ചെയ്ത് നോക്കുക. എങ്ങനെ വന്നാലും അതൊരു ഡൂഡിൽ ആർട്ട്, സെൻറ്റാങ്കിൾ ആർട്ട് പോലെ അത് ഇപ്പോൾ നമുക്ക് അറിഞ്ഞ് ചിത്രം വരയ്ക്കാൻ അറിയണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ഒരു കുത്തി വരച്ചിട്ട് അതിൽ നമുക്കൊരു പാറ്റേൺ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അതൊരു ഡിസൈനാക്കി മാറ്റാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര സ്ട്രെസ് റിലീഫിംഗ് ആണ് ഇങ്ങനത്തെ ഡിസൈനുകളൊക്കെ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും. നമ്മളിങ്ങനെ കുറേ നേരം ഈ ഫോണിലും സ്ക്രീൻ സ്പേസൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും ഇതുകൊണ്ട്. ഇതിൽ നമ്മളിങ്ങനെ ലയിച്ച് പോകും. സത്യം പറഞ്ഞാൽ സമയം പോകുന്നൊന്നും അറിയില്ല. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് ആയുള്ള ഗിവ് അവേ ആരും മറക്കണ്ട. ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് എന്താണ് ഗിഫ്റ്റ് എന്നൊക്കെ ഉള്ളത്.